ഈ ED അധികാരം ഉപയോഗിക്കുന്നത് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് 2022 വകുപ്പുകളനുസരിച്ചാണ്. അതിലെ 48-ാം വകുപ്പ് അനുസരിച്ചാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് രൂപീകരിച്ചിട്ടുള്ളത്. ആ നിയമത്തിലെ 50-ാം വകുപ്പ് അനുസരിച്ച് സംസ്ഥാന ഗവൺമെൻറ്റുകൾ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസിക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. ഒരുപാട് അധികാരികളെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കസ്റ്റംസ്, സെൻട്രൽ എക്സൈസ്, സ്റ്റേറ്റ് പോലീസ് തുടങ്ങിയ വിവിധ അധികാര കേന്ദ്രങ്ങൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ ഒരു കേസ് അന്വേഷണത്തിൽ സഹായിക്കണം എന്ന് പറയുന്നത് നിയമം തന്നെ നിഷ്കർഷിക്കുന്നുണ്ട്. അപ്പോൾ ED ഏതെങ്കിലും ഒരു കേസെടുത്ത് ഒരു സംസ്ഥാനത്ത് പ്രവേശിച്ചാൽ അല്ലെങ്കിൽ അന്വേഷണം ആരംഭിച്ചാൽ അതിന് സഹകരിക്കാനുള്ള നിയമപരമായ ബാധ്യത ആ പ്രദേശത്തെ സർക്കാരിനുണ്ട്. വിവിധ കേന്ദ്ര സ്ഥാപനങ്ങൾക്ക് പുറമെ സംസ്ഥാന സ്ഥാപനങ്ങളും സഹായിച്ച് മതിയാകൂ എന്ന് 50-ാം വകുപ്പ് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ആ നിലയ്ക്ക് സഹായിക്കേണ്ട ആളുകൾ സംഹരിക്കാനുള്ള നടപടികൾ എടുക്കുന്നത് തികച്ചും നിയമവിരുദ്ധമാണ്. കാരണം എൻഫോഴ്സ്മെൻറ്റ് ഏജൻസി അന്വേഷിക്കുന്നത് നിയമലംഘനമാണ്. അവരുടെ അഭിപ്രായത്തിൽ നിയമലംഘനം നടത്തിക്കഴിഞ്ഞാൽ തങ്ങളിൽ നിക്ഷിപ്തമായ അധികാരം ഉപയോഗിച്ചുകൊണ്ട് അന്വേഷണം നടത്തി കോടതിയിൽ കേസ് എത്തിക്കുക എന്നത് പ്രാഥമികമായ കർത്തവ്യമാണ്. ആ കർത്തവ്യം എങ്ങനെ നിയമവിരുദ്ധമാകും? ഉദാഹരണത്തിന് നമ്മുടെ സംസ്ഥാനത്ത് ഏതെങ്കിലും കുറ്റകൃത്യം നടന്നാൽ അത് അന്വേഷിക്കേണ്ടത് പോലീസാണ്. പോലീസ് അന്വേഷിച്ച് ആരെങ്കിലും സാക്ഷിയായിട്ടോ പ്രതിയായോ വിളിച്ചാൽ ഞാൻ വരില്ല എന്ന് പറഞ്ഞ് ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരു പൗരനും സാധാരണ നിലയ്ക്ക് അവകാശം നൽകുന്നില്ല. അത് വിളിക്കേണ്ട ആവശ്യമുണ്ടോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറാണ്, കോടതികൾക്കല്ല. തെറ്റായി വിളിക്കുകയോ നടപടിക്രമത്തിൽ പാളിച്ച ഉണ്ടാവുകയോ ഒരു പൗരൻ്റെ അവകാശത്തെ അനാവശ്യമായി ഹനിക്കുകയോ ചെയ്താൽ കോടതികൾക്ക് ഇടപെടാം. ഇവിടെ വളരെ വിചിത്രമായ വാദം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അധികാരപരിധി വിടുന്നു എന്നാണ്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടേഴ്സ് സമൺസ് മാത്രമാണ് ഇഷ്യൂ ചെയ്തത്. അതും തമിഴ്നാടിൻ്റെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക നിലയെ കാര്യമായി ബാധിക്കുന്ന മിനറൽസ് സംബന്ധമായ ക്രമക്കേടുകളാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടർ അന്വേഷിക്കുന്നത്. ആ അന്വേഷണം നിയമവിരുദ്ധമാണ്, അധികാരപരിധിക്ക് പുറത്താണ് എന്ന് പറയാൻ ആർക്കും അധികാരമില്ല. ബന്ധപ്പെട്ട പ്രതിക്ക് പോലും അധികാരമില്ല. കാരണം എന്തെങ്കിലും രീതിയിൽ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസി തെറ്റായി പ്രവർത്തിച്ചാൽ അപ്പീൽ കൊടുക്കാനുള്ള വകുപ്പുണ്ട്, ഹൈക്കോടതിയുടെ അധികാരം ഉപയോഗിക്കാനുള്ള വകുപ്പുണ്ട്, നടപടികൾ മുഴുവൻ തെറ്റാണെന്ന് പറയാനുള്ള വകുപ്പ്. പക്ഷേ എന്നെ വിളിക്കുന്നു, എൻ്റെ പേരിൽ ഒരു കുറ്റം ചാർത്തപ്പെട്ടിരിക്കുന്നു, അന്വേഷണത്തിന് എന്നെ വിളിക്കുന്നു, അത് തടയണം എന്ന് പറഞ്ഞ് ഒരു പൗരനോ സ്ഥാപനത്തിനോ സംസ്ഥാന ഗവൺമെൻറ്റിനോ ഏതെങ്കിലും കോടതിയെ സമീപിക്കാൻ നിയമം അനുവദിക്കുന്നില്ല. അതുകൊണ്ടാണ് കേരള ഹൈക്കോടതി കഴിഞ്ഞ ദിവസം മുൻ ധനകാര്യമന്ത്രിയായ തോമസ് ഐസക്കിനോട് ചോദിച്ച് താങ്കൾക്ക് ഹാജരാകുന്നതിൽ എന്താണ് തെറ്റ്? സമൻസ് വെച്ച് ഒരു അന്വേഷണം നടത്തുന്നു. നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ഒരു കുറ്റകൃത്യത്തെപ്പറ്റി വിവരം കിട്ടിയാൽ പോലീസ് അന്വേഷണം ആരംഭിക്കുന്നു. അത് പാടില്ല, അതെൻ്റെ അവകാശ ലംഘനമാണ് എന്ന് പറയാൻ നിയമമനുസരിക്കുന്ന ഒരു പൗരനോ സ്ഥാപനങ്ങൾക്കോ സർക്കാരുകൾക്കോ അവകാശമില്ല. അപ്പോൾ ഇല്ലാത്ത അവകാശം വെച്ച് റിറ്റ് ഹർജി എങ്ങനെയാണ് കൊടുക്കുക? റിറ്റ് ഹർജികളുടെ അടിസ്ഥാനം തന്നെ അവകാശ ലംഘനമാണ്. ഒന്നുകിൽ മൗലികാവകാശം അല്ലെങ്കിൽ നിയമപ്രകാരമുള്ള അവകാശങ്ങൾ ഏതെങ്കിലും ലംഘിച്ചാൽ റിറ്റ് ഹർജിയുമായി ഭരണഘടനയുടെ 226 അനുച്ഛേദം വെച്ച് കോടതിയെ സമീപിക്കാൻ ഒരു പൗരനോ സ്ഥാപനങ്ങളോ ആവശ്യം. ഇവിടെ ഒരു സമൻസ് ഇഷ്യൂ ചെയ്തു, ഞങ്ങൾ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു, ആ അന്വേഷണത്തിൽ സഹകരിക്കണം എന്ന നോട്ടീസ് എങ്ങനെയാണ് നിയമവിരുദ്ധമാവുന്നത്? 2002
മണി ലോണ്ടറിങ് ആക്ടിലെ വകുപ്പുകളുടെ പരിധിക്കകത്ത് നിന്നുകൊണ്ടാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പ്രവർത്തിക്കുന്നത്. പരിധി ലംഘിച്ചാൽ പൗരന് അവകാശങ്ങളുണ്ട്. ആ ഘട്ടം എത്തിയിട്ടില്ല. പരിധി ലംഘിക്കുന്ന പരിധിക്കകത്ത് നിന്നുകൊണ്ട് നിങ്ങളിൽ നിന്ന് കുറേ വിവരങ്ങൾ ഞങ്ങൾക്ക് ശേഖരിക്കാനുണ്ട്, ദയവ് ചെയ്ത് ഞങ്ങളുടെ മുമ്പിൽ ഹാജരാകൂ എന്ന് പറയുന്നത് ഫെഡറലിസത്തിനെതിരാണ്, നിയമലംഘനമാണ്, അധികാരപരിധിക്ക് പുറത്താണ് എന്നുള്ള വാദങ്ങൾ പ്രഥമദൃഷ്ട്യ വളരെ ബാലിശമാണ്. അത് രാഷ്ട്രീയമായ കാഴ്ചപ്പാടോടുകൂടി മാത്രം എടുക്കുന്ന ഒരു നിലപാടാണ്. നിയമത്തിൻ്റെ സംരക്ഷണം ഈ നടപടിക്ക് തീരെ കിട്ടുന്നില്ല. കാരണം ഏത് രാഷ്ട്രീയ പ്രവർത്തകൻ്റെ കേസിൽ കേസെടുത്താലും എന്ത് കുറ്റമായാലും ഉടനെ ഉള്ള മറുവാദം രാഷ്ട്രീയ പ്രേരിതമാണ്.